ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാ. ഞാൻ യോഗ്യനല്ല ദൈവമേ, നിൻ നന്മ പ്രാപിപ്പാ. എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല ഏഴേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ കുയിലിനോട് പറഞ്ഞു, നീ കറുത്തതല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിൻ്റെ ശബ്ദം മനോഹരമാണെങ്കിലും നിൻ്റെ നിറം മൂലം എനിക്ക് ഒരു അസ്വസ്ഥത. എന്നിട്ട് ആ മനുഷ്യൻ സമുദ്രത്തിനോട് പറഞ്ഞത്, നിനക്ക് സമം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല, എങ്കിലും നിന്നിൽ ഉപ്പുരസം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനുശേഷം റോസാ ചെടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിൻ്റെ സുഗന്ധം എല്ലാവർക്കും ഇഷ്ടമാണ്, എങ്കിലും നിന്നിലുള്ള മുള്ളു മൂലം എനിക്ക് സന്തോഷമില്ല. മുള്ളില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കുയിലും സമുദ്രവും റോസാ ചെടിയും കൂടെ വിമർശനം പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുന്ന ശീലമില്ലായിരുന്നെങ്കിൽ മനുഷ്യ നീ എത്ര നല്ലവനായിരുന്നു. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്താതെ സ്വയം കുറവുകളെ കണ്ടെത്തി അതിന് പരിഹാരം വരുത്തിയാൽ മനുഷ്യൻ എത്ര നല്ലവനാണ്. ദൈവം നമ്മെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ദൈവം മനുഷ്യൻ്റെ കഴിവുകളെ അല്ല നോക്കുന്നത്, സമർപ്പണമുള്ള വ്യക്തികളെയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഉന്നതന്മാരെ അല്ല തൻ്റെ ശിഷ്യഗണങ്ങളായി തിരഞ്ഞെടുത്തത്. അതിനാലാണ് 1 കൊരിന്ത്യർ 3:18 പറഞ്ഞിരിക്കുന്നത്, താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ഒരു ചിടവും പ്രശംസിക്കാതിരിപ്പാൻ തന്നെ. യഹൂദ ഗോത്രത്തിൻ്റെ മഹിമ കൊണ്ടല്ല ദൈവം യേശു ജനിപ്പാൻ യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുത്തത്. യഹൂദരുടെ കുലശ്രേഷ്ഠത കൊണ്ടല്ല, പ്രത്യേക അവരോട് പ്രീതി തോന്നിയത് കൊണ്ട് ആണ് അങ്ങനെ സംഭവിച്ചത്. അവർക്ക് പ്രശംസിപ്പാൻ ഇടയാകരുത്. ഞങ്ങളുടെ കുടുംബശ്രേഷ്ഠത മൂലം ആണ് യേശു യഹൂദ ഗോത്രത്തിൽ ജാതനായത് എന്ന്, അതുപോലെ ലേവി ഗോത്രത്തിനും പ്രശംസിപ്പാനിടയില്ല. പൗരോഹിത്യം ലഭിച്ചത് ലേവി ഗോത്രത്തിൻ്റെ കുലശ്രേഷ്ഠത മൂലമാണെന്ന്.
യാക്കോബ് പറഞ്ഞത്, ശെമയിയും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രങ്ങളിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. എങ്കിലും ദൈവം നിത്യപൗരോഹിത്യം അവർക്ക് നൽകി. ഇതുപോലെ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന നമ്മെ തൻ്റെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശം തന്ന് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ച് നിർത്തിയിരിക്കുന്നതിനാൽ ഞെളിയാതെ ഭയപ്പെട്ട് ദൈവസന്നിധി താഴ്മയോടും ഭക്തിയോടും കൂടെ ജീവിപ്പാൻ ഉത്സാഹിക്കണം. നമ്മുടെ യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. നാം അഭക്തരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നപ്പോഴാണ് ദൈവം നമ്മെ തേടി എത്തിയത്. ആകയാൽ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും ഹൃദയപരമാർത്ഥികളുമായി ജീവിപ്പാൻ ഏവർക്കും ദൈവം സംഗതിയാക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെയും കാക്കുവാൻ ശക്തനാണ്. അതിന് ദൈവം ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.